ആ എല്ലാവരോടും അസ്സാം വലൈക്കും വറഹമത്തുള്ള. നമ്മൾ സജസ്റ്റ് ചെയ്തൊരു സംഗതിയായിരുന്നു. അതായത് നമ്മുടെ ക്ലാസ്സുകളിൽ തുടക്കത്തിൽ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ബ്രീഫ് വളരെ സംക്ഷിപ്തമായിട്ട് എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞെന്നുള്ളത് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം അതിൽ പല അർത്ഥത്തിലും നമുക്കത് ഹെൽപ്പ് ചെയ്യും. ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ക്രെക്സ് നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഒരു പ്രസൻറ്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, ഈവൻ ഭാവിയിൽ നമുക്കും ഖുർആൻ പഠിപ്പിക്കാൻ ഉള്ള ഒരു ചാൻസാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു സ്റ്റെപ്പ് കൂടിയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇന്ന് പിന്നെ സ്വാലിഹത്ത് പ്രസൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ വില്ലിങ് ആളുകൾ, നിർബന്ധമല്ല, വില്ലിങ് ആളുകൾ എന്ത് ചെയ്യുക, പിന്നെ പേര് എന്ത് ചെയ്യുക, നിങ്ങൾ റെഡി ആണെങ്കിൽ പേര് കൊടുക്കുക ഇൻഷാ അള്ളാ. പിന്നെ പേര് ആരുടെ അടുത്ത് കൊടുക്കുക? ആരാ പോയിന്റ് ഓഫ് കോണ്ടാക്ട്? ഫാത്തിമ. ആരാണ്? ഫാത്തിമ. ആ, ഓക്കെ. പിന്നെ ഓക്കെ, നമ്മുടെ ഓക്കെ, ഫാത്തിമയുടെ അടുത്ത് പേര് കൊടുക്കുക എല്ലാവരും ഇൻഷാ അള്ളാ. അപ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മുമ്പ് അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ പല ആളുകളും പിന്നീട് ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഖുർആൻ ടീച്ചേഴ്സായി മാറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയി കരുതിയിട്ട് ഇൻഷാ അള്ളാ വില്ലിങ് ആളുകൾ പേര് കൊടുക്കുക ഇൻഷാ അള്ളാ. ഓക്കെ, സ്വാഗതം സ്റ്റാർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ 4 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായി മാലിക് യൗമിദ്ദീൻ, അതായത് പ്രതിഫല ദിനത്തിന് ഉടമസ്ഥനായവൻ. അതായത് നമ്മൾ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് അറിയുകയാണ് ഇതിലൂടെ. അതായത് പ്രതിഫല ദിനത്തിന് ഉടമസ്ഥൻ, അതായത് ഈ എല്ലാ വസ്തുക്കളുടെയും യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹു ആണ്. ഇവിടെ പ്രത്യേകിച്ച് പ്രതിഫല ദിനത്തിന് ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലോകത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നീതി ലഭിക്കുക സാധ്യമല്ല. അതായത് ഒരു ചെറിയ ഒരാളെ കൊന്നവനും 100 പേരെ കൊന്നവനും ഒരേ ശിക്ഷയാണ് നമുക്ക് ഈ ലോകത്ത് കൊടുക്കാൻ കഴിയുക. അപ്പൊ അങ്ങനെയിരിക്കെ, അതായത് എല്ലാ അനീതിക്കും അറുതി വരുത്തിക്കൊണ്ട് യഥാർത്ഥ നീതി, അതായത് വ്യത്യസ്ത സാഹചര്യങ്ങളിലും വ്യത്യസ്ത കഴിവുകളും കൂടിയും എല്ലാം ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും യഥാർത്ഥ നീതി ലഭിക്കുക പരലോകത്ത് മാത്രമാണ് സാധ്യമാവുക. അതുകൊണ്ട് തന്നെ പരലോകത്തെ കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ് ഈ ആയത്ത്. അതുപോലെ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. അതായത് ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പരിപൂർണ സമർപ്പണം ആണ്. അതായത് അമലുകളിലാവട്ടെ ഇബാദത്തിലാവട്ടെ നാം അള്ളാഹുവിനോട് പരിപൂർണമായിട്ട് സമർപ്പിതരാവേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇയ്യാക നഅ്ബുദു, നിന്നോട് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ള ഒരു സമർപ്പണം, ഒരു വാക്ക് നാം അള്ളാഹുവിനൂടെ കൊടുക്കുകയാണ്. അതിന് നമുക്ക് ആരുടെയും ഇടനിലക്കാരുടെ ആവശ്യമില്ല. അതായത് അള്ളാഹു നമ്മോട് വളരെ അടുത്തു തന്നെ, കണ്ട നാടിയോളം അടുത്തു തന്നെ അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ്. മറ്റൊരു ഇടനിലക്കാരനും ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരണമേ, അതാണ് അടുത്ത ആയത്ത്. അപ്പൊ അതിൽ അള്ളാഹു നമുക്ക് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, വഹദൈനാഹു നജ്ദൈൻ, 2 മാർഗങ്ങൾ നാം കാണിച്ചു തന്നിരിക്കുന്നു. അതായത് ഈ 2 മാർഗത്തിൽ നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഇതിൽ നേരായ മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നുള്ളത്. അതായത് ഹിദായത്തിന് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ ഹിദായത്ത് എന്ന് പറഞ്ഞാലാണ് ഈ ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ അനുഗ്രഹം എന്ന് നാം മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. സിറാത്തു അല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അതായത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമായവരുടെ മാർഗമല്ല, വലദ്ദാലിൻ, വഴിപിഴച്ചവരുടെ മാർഗവുമല്ല.
അതായത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറയുമ്പോൾ അള്ളാഹു ഖുറാനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരാണ്. അപ്പൊ അങ്ങനെയുള്ള നീ അനുഗ്രഹിച്ചവരുടെ, നിന്റെ അനുഗ്രഹത്തിന് പാത്രമായവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതിൽ പറയുന്നത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അതായത് വഴിപിഴച്ചവരുടെയും നിന്റെ കോപത്തിനിരയായവരുടെയും മാർഗത്തിലല്ല എന്നുള്ളത്. അതായത് കോപത്തിനിരയായവർ എന്ന് പറയുമ്പോൾ നസ്രാണികളെയും അതായത് പ്രവാചകനെ നിഷേധിച്ച ജൂതനെയും നസ്രാണികളെയും എല്ലാമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. മറ്റും അള്ളാഹുവിന് കോപത്തിന് പാത്രമായ സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളവരുടെ മാർഗത്തിലല്ലാതെ നീ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. ഇത്രയുമാണ് ഉള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാഹ് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പ്രശ്നമൊന്നും ഉണ്ടോ? ഞാൻ ഫാൻ ഇട്ടിരുന്നു. സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ് ആ, സൗണ്ട്. ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الذي علم القرآن خلق الإنسان علمه البيان. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്തുൻ നാസ് ആണ്. സൂറത്തുൻ നാസിനെ കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ 2 സൂറകൾ മുഅവ്വദതൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് സൂറത്തുൽ ഫലഖ് ആണ്, രണ്ടാമത്തേത് സൂറത്തുൻ നാസ് ആണ്. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഈ സൂറയുടെ ഒരു പ്രത്യേകത ഒറ്റ വാക്ക് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് പടച്ചവനോട് എപ്പോഴും ചേർന്ന് നിൽക്കണം, അല്ലേ? അള്ളാഹുവുമായിട്ട് ചേർന്ന് നിൽക്കണം. അതിന് നമുക്ക് തടസ്സം എന്താണ്? പിശാചിൽ നിന്ന് അകലണം. ചില ഘട്ടങ്ങളിൽ മനുഷ്യന് എത്ര ആഗ്രഹിച്ചാലും അറിയാതെ തെറ്റുകളിലേക്ക് എത്തിപ്പെടാറുണ്ട്. അറിയാതെ എത്തിപ്പെടും. എത്തിക്കഴിയുമ്പോൾ വല്ലാത്തൊരു റിഗ്രറ്റ് ഉണ്ടാവും, അല്ലേ? പക്ഷെ ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു, ഞാൻ ചെയ്ത് ഭയങ്കര മോശമായിപ്പോയി, അങ്ങനെ ചെയ്യാം. അങ്ങനെ ജീവിതത്തിൽ പിശാചിന്റെ ദുർബോധനത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ടൂളാണ് ഈ സൂറ നമുക്ക് നൽകുന്നത്. സൂറത്തുൽ ഫലഖ് കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരും ഇതര ജീവജാലങ്ങളുടെയും ഒക്കെ ഉപദ്രവത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഈ സൂറയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ സൂറയെ കുറിച്ച് പറയുമ്പോൾ, സൂറ അവതരിച്ചത് മക്കി സൂറയാണ്. പിന്നീട് മദീനയിലെത്തിയ സാഹചര്യത്തിലും പിന്നീടുള്ള ഘട്ടങ്ങൾ, ചില സൂറകൾ എന്ന് വെച്ചാൽ ആദ്യം അവതരിക്കും, പിന്നീട് വ്യത്യസ്ത സന്ദർഭങ്ങൾ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അത് പാരായണം ചെയ്യപ്പെടാറുണ്ട്. മക്കയിൽ അവതരിച്ച സൂറയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള ആളുകളും വല്ലാതെ പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ദീനു വേണ്ടി നിലകൊണ്ടുന്ന ഒറ്റ കാരണത്താൽ എന്ത് ചെയ്യുന്നു, അവര് ആ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് അവർ അകറ്റി നിർത്തപ്പെടുന്നു. ഇങ്ങനൊരു സാഹചര്യമുണ്ട്. ഒരു വശത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല ആളുകളുടെ മനസ്സിലും വിദ്വേഷമുണ്ട്. ദീൻ സ്വീകരിച്ച ആളുകളുടെ കുടുംബക്കാര് നബിയെ ശപിച്ചുകൊണ്ടിരിക്കുന്നു, കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ വേറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ഭ്രാന്തനാണ്, ആഭിചാരം നടത്തുന്ന ആളാണ്, കവിയാണ്. ഇങ്ങനെ പല അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ നടത്തുന്നുണ്ട്. അതിൽ അവരുടെ മനസ്സിൽ അസൂയയെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.
അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സമൂഹത്തിൽ ജീവിച്ച ഒരാളുണ്ട്, അബുൽ ഹക്കം എന്നാ വലിയ ബുദ്ധിമാനായ ആള്. പക്ഷെ ബുദ്ധിമാനായ ആ അബുൽ ഹക്കം പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പേരെന്താ? അബൂ ജഹൽ. അതായത് ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, യഥാർത്ഥ തിരിച്ചറിവ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താണ്? അവൻ അജ്ഞതയുടെ ആളാണ്. അബൂജഹല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുന്നതിന്റെ കാരണം പറഞ്ഞത്, ഞങ്ങളും അറബികൾക്കിടയിൽ ഗോത്രപരമായ ഒരു വംശീയത ഉണ്ടല്ലോ, ഞങ്ങൾ അബ്ദു മനാഫിന്റെ വംശം, നബിയുടെ വംശമാണത്. ഞങ്ങൾ പലതിലും മത്സരിച്ചിരുന്നു. അവര് ആളുകൾക്ക് അന്നദാനം ചെയ്യുമ്പോൾ ഞങ്ങളും ചെയ്യും, വാഹനങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങളും കൊടുക്കും, സമ്മാനം കൊടുക്കുമ്പോൾ ഞങ്ങളും കൊടുക്കും. അങ്ങനെ എല്ലാ സംഗതികളും ഞങ്ങൾ മത്സരിക്കും. പക്ഷേ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെന്ത്, എനിക്ക് ആകാശത്ത് നിന്ന് ഇതിന്റെ ദിവ്യബോധന ഇറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിലെങ്ങനെ ഞങ്ങൾ മത്സരിക്കാം? നമുക്ക് മത്സരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അബൂജഹൽ പറയുന്നത്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയാണെന്ത്, നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ സൃഷ്ടികളുടെയും രാത്രിയുടെയും ആഭിചാരകന്മാരുടെയും അസൂയാലുക്കളുടെയും എല്ലാത്തിലും അള്ളാഹുവിനും നിങ്ങൾ എന്ത് ചെയ്യുക? ശരണം തേടുക. ആരല്ല ശരണം തേടുന്നത്? മനുഷ്യരുടെ നാഥനിൽ, രക്ഷിതാവിൽ, ആരാധ്യനിലാണ് എന്ത് ചെയ്യുന്നത്? ശരണം തേടുന്നത്. അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൽ ഇങ്ങനെ ഇടക്കിടക്ക് തെറ്റായ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ജിന്നുകളുടെയും മനുഷ്യരുടെയും ദ്രോഹങ്ങളിൽ നിന്ന് ശരണം തേടുന്നു. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാല്, മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ മുമ്പിൽ, അല്ലെ, മൂസാ നബി അലൈഹിസ്സലാമിയെ വധിക്കാനുള്ള ഉദ്ദേശം ഫിർഔൻ വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചാണെന്ത്? ഇന്നി ഉസ്തു ബി റബ്ബി വ റബ്ബിക്കും. നമുക്ക് ഈ ദുആയുടെ ഒരു അല്ലെങ്കിൽ ഈ സൂറയുടെ ഒരു മഹത്വം മനസ്സിലാവാൻ, പ്രതിസന്ധി ഘട്ടങ്ങൾ എങ്ങനെയാ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഫിർഔന്റെ മുമ്പിലെത്തി, നിങ്ങളുടെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ ഫിർഔന് മൂസ അലൈഹിസ്സലാമിനെ കൊല്ലാനുള്ള ഉദ്ദേശം വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ മൂസ അലൈഹി സ്വലാം രക്ഷപ്പെടാൻ കഴിയില്ല. ഫിർഔൻ അത്രമാത്രം സൈന്യമുണ്ട്. പക്ഷെ ആ ഘട്ടത്തിൽ മൂസ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് എന്താണോ? ഇന്നി ഉസ്തു ബി റബ്ബി വ റബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. അല്ലെ, അന്ത്യനാളിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികൾ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ ശരണം തേടിയിരിക്കുന്നു. ഇന്നി ഉസ്തു ബി റബ്ബി വ റബ്ബിക്കും അൻ തർജുമൂൻ. എന്നെ എറിഞ്ഞു കൊല്ലുന്നതിൽ നിന്ന് ഞാൻ എന്റെയും നിന്റെയും നാഥനിൽ അഭയം തേടിയിരിക്കുന്നു. നോക്കണം കേട്ടോ, ഈ രണ്ട് സന്ദർഭം, മൂസ അലൈഹി സ്വലാമിന്റെ ഫിർഔന്റെ മുമ്പിലുള്ള ആ ഒരു സന്ദർഭമാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുമ്പോൾ എല്ലാവരും എതിർത്തല്ലോ, ഈ സന്ദർഭത്തിലാവട്ടെ രണ്ടാൾക്കും ആൽബലമില്ല, നിരായുധരാണ്, നിരാലംബരാണ്. അവർ ഫൈറ്റ് ചെയ്യുന്ന ആരോടാ? ആയുധങ്ങളും ശക്തിയും അധികാരവും എല്ലാമുള്ള ആളുകളോട് അവർ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫൈറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് എന്താണോ? അവരുടെ കൂടെ ഉണ്ടായിരുന്നത്, അവരുടെ ആയുധം എന്ന് പറയുന്നത് ഈ ദുആയാണ്, ഭൗതികമായ ശക്തിയല്ല. അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു, അള്ളാഹുവിനോട് ശരണം തേടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെസ്സേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ സൂറ നമുക്ക് നമ്മുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി മാറ്റും. കാരണം എത്ര ഭൗതികമായ സാമഗ്രികൾ ഉണ്ടെങ്കിലും അള്ളാഹുവിൽ അഭയം ലഭിച്ച ആളുകൾ അവരെന്ത് ചെയ്യൂല? ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറയാണെന്ത്, നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോ, നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഞാൻ എൻ്റെയും സർവ്വലോക രക്ഷിതാവ് അള്ളാഹുവിലും അഭയം തേടിയിരിക്കുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഈ ഫാത്തിഹയും മുഅവ്വദത്തൈനും തമ്മിൽ ചില ബന്ധമുണ്ട്, പക്ഷെ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സൂചിപ്പിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ട് പോയിന്റ് എല്ലാവരും ഉൾക്കൊള്ളണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് സധൈര്യം പിടിച്ചു നിൽക്കാൻ ഈ സൂറ നമുക്ക് പ്രചോദനം നൽകുന്നതാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും സുന്ദരമായി അതിജയിക്കാനുള്ള പ്രചോദനം നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ സൂറ നൽകുന്നതാണ്. അതാണ് ഈ സൂറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെലവൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് സൂറയിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ
الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ, പരമാവധി ആളുകൾ അൺമ്യൂട്ട് ചെയ്യാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم بسم الله الله الرحمن الرحيم. قل أعوذ قل قل أعوذ برب الناس برب الناس ملك الناس ملك الناس إله الناس إله الناس من شر الوسواس من شر الوسواس الخناس الخناس الذي يوسوس الذي يوسوس في صدور الناس في صدور الناس من الجنة من الجنة الجنة والناس. والناس. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഖുൽ അല്ലെ, ഖാല യഖൂലു ഖുൽ, അതൊരു ഓർഡറാണ്. അപ്പൊ നമ്മളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഓതാൻ കഴിയണം, നാവുകൊണ്ട് എന്നതിനേക്കാൾ ഉപരി. ഖുൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. റബ്ബിൻ നാസ്, അവിടെ നാസ് എന്നുള്ളത് വേണമെങ്കിൽ 2 സെക്കൻഡ് നീട്ടാം, അല്ലെങ്കിൽ നാസ്, അല്ലെങ്കിൽ 4 ആകാം. റബ്ബിൻ നാസ് 6 ആകാം. പക്ഷെ ഒരു സ്ഥലത്ത് ഉള്ള നിയമം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ തുടക്കത്തിൽ റബ്ബിൻ നാസ് എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് നീട്ടുന്നെങ്കിൽ അതുപോലെ തന്നെ ഫുള്ളും ആ അർത്ഥത്തിൽ ഓതണം. അങ്ങനെ 2 വിധത്തിൽ നമുക്ക് ഖിറാഅത്ത് കാണാൻ കഴിയും. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം അത് അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഒരാൾക്ക് ഓതാം. ഇനിമാണ് ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് പിന്നെ സൂറത്തുൻ നാസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ കേട്ടോ. നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ഹോപ്പ് ഉണ്ടാക്കാൻ, ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഏത് ഘട്ടത്തിലും പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരു സൂറയാണിത്. ഫസ്റ്റ് അർത്ഥം നോക്കാം. സൂറത്തുൻ നാസ്. നാസിന്റെ സിംഗുലർ എന്താ? നാസിന്റെ സിംഗുലർ എന്താ? ഇൻസാൻ. ഇൻസാൻ, മനുഷ്യൻ. അങ്ങനെ ഒരു സൂറ ഖുറാനിലുണ്ട് അല്ലെ, സൂറത്തു ദഹർ എന്ന് പറയുന്ന സൂറത്തുൽ ഇൻസാൻ. അപ്പൊ ഇൻസാൻ എന്നതിന്റെ പ്ലൂറലാണ് നാസ് എന്ന് പറയുന്നത്. ഓക്കെ, അള്ളാഹു പറയാണ് കുൽ, നിങ്ങൾ പ്രഖ്യാപിക്കണം കേട്ടോ. എന്താ പ്രഖ്യാപിക്കേണ്ടത്? അഊദു ബിറബ്ബിൻ നാസ്. നിങ്ങൾ അർത്ഥം വായിക്കോ. I seek
with the Lord of mankind. മലയാളം വായിച്ചോ. പറയുക, മനുഷ്യരുടെ വിധാതാവിനോട് ഞാൻ ശരണം തേടുന്നു. അപ്പൊ കുൽ പറയുക, അഊദു ഞാൻ ശരണം തേടുന്നു, ഐ സീക്ക് റെഫ്യൂജ് ബിറബ്ബിന്നാസ്, വിധാതാവ് എന്ന് വെച്ചാൽ ലോർഡ്, നാഥനോട്, റബ്ബിന്നാസ് ജനങ്ങളുടെ നാഥനോട് ഞാൻ ശരണം തേടുന്നു. ഇനി അടുത്ത പറയുന്നത് എന്താ? മലിക്കിന്നാസ്, എന്താണ് അർത്ഥം വായിച്ചോ? The king of mankind, മനുഷ്യരുടെ രാജാവിനോട്. ആ, മനുഷ്യരുടെ രാജാവിനോട്. മലിക് നമ്മൾ പഠിച്ചിരുന്നു, കിങ്. മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവിനോട്, ദ കിങ് ഓഫ് മാൻകൈൻഡ്. അല്ലാഹു എന്താ പറയുന്നത്? ഖുൽ സേ പറയുക, അഊദു ഞാൻ ശരണം തേടുന്നു, ബിറബ്ബി ഇൻ ദി ലോർഡ് നാസ് ഓഫ് മാൻകൈൻഡ്. മലിക് ദ കിങ്, മലിക്കിന്നാസ് കിങ് ഓഫ് മാൻകൈൻഡ് അല്ലെ, റബ്ബിന്നാസ് മലിക്കിന്നാസ്. നോക്കണം കേട്ടോ, രണ്ട് സ്ഥലത്തും ഓഫ് മാൻകൈൻഡ് വരുന്നത്, വ്യത്യാസം ലോർഡ് ആൻഡ് കിങ്. നമുക്ക് വിശദീകരിക്കാം. ഇനി അടുത്തെന്താ? ഇലാഹിന്നാസ്. ആ ഫ്ലോയില് വായിച്ചോട്ടെ. മനുഷ്യരുടെ യഥാർത്ഥ ദൈവത്തോട്. ആ, ദ ട്രൂ ഗോഡ് The ഓഫ് true God of mankind. മാൻകൈൻഡ് അല്ലെ. ഇലാഹ് നാഥൻ അല്ല, ഇലാഹിന്നാസ് എന്ന് വെച്ചാല് റബ്ബാണ് നാഥൻ. ഇലാഹ് എന്ന് വെച്ചാല് ദൈവം എന്ന സങ്കല്പം അല്ലെ, ലോർഡ് അല്ലെങ്കിൽ ഗോഡ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇലാഹ് എന്ന് വെച്ചാൽ കോമൺ ആണ്. ഇലാഹിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇലാഹ് എന്നതിനോട് അലിഫ്ലാം ചേരുമ്പോഴാണ് അള്ളാഹ് എന്ന് വരുന്നത്. കുറെ ഗോഡ് ഉണ്ടാവും, പക്ഷെ യഥാർത്ഥ ദൈവം ഒരാൾ മാത്രമേ ഉള്ളൂ, അള്ളാഹ്. അൽ ഇലാഹ്, ദി ഗോഡ് എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയും. ഇലാഹിന്നാസ് ജനങ്ങളുടെ ദൈവത്തോട്, ജനങ്ങളുടെ ആരാധ്യനോട്. എന്നിട്ട് പറയാണ്, എന്തിൽ നിന്നാ ശരണം തേടുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഓക്കെ, ലാസ്റ്റ് വായിച്ചാലും വായിച്ചോ. From the From the mischief of the whispering, elusive prompter who returns again and again. ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ദുർബോധകന്റെ ദ്രോഹത്തിൽ നിന്ന്. ഇത് ഭയങ്കര, ഇതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം ഇതാണ്. ഒന്ന്, മിൻ ഷർറിൽ നിന്ന്, അൽ വസ്വാസ് ദുർബോധകന്റെ ഷർറിൽ നിന്ന്. അൽ വസ്വാസ് മിൻ ഷർറിൽ വസ്വാസ് എന്ന് വെച്ചാൽ അതായത് വസ്വാസിനെ നമുക്കത് വിശദീകരിക്കാം, അപ്പോൾ മനസ്സിലാവും എന്താണ് വസ്വാസ് എന്താണ് അർത്ഥം എന്നുള്ളത്. അൽ ഖന്നാസ് ദുർബോധകന്റെ ആ ഒരു വസ്വാസ് ഉണ്ടല്ലോ, അതിന്റെ ഷർറിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് അഭയം തേടുന്നു. വിശദീകരിക്കുമ്പോൾ ക്ലിയർ ആവും അത്. അപ്പോ നമ്മൾ പഠിച്ചു ഇലാഹ്, ദ ഗോഡ്, അന്നാസ്, ദ ഗോഡ് ഓഫ് മാൻകൈൻഡ്. മിൻ ഷർ ഫ്രം ദി ഈവിൾ, അൽ വസ്വാസ് ഓഫ് ദി വിഷ്പെറർ, അൽ ഖന്നാസ് ദ വൺ ഹൂ വിത്ഡ്രോസ്. എന്ന് പറയാണ്, എന്താണ് ഖന്നാസി എന്ന പണി? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഓക്കെ, Who whispers in the hearts of people. മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം ചെയ്യുന്നവരുടെ ദ്രോഹത്തിൽ നിന്ന്. മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം ചെയ്യുന്നവരുടെ ദ്രോഹത്തിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അപ്പൊ ഖന്നാസ് എന്താ പറയാട്ടോ? അവരുടെ മനുഷ്യ മനസ്സുകൾ ദുർബോധനം ചെയ്യും. എന്ന് പറയാണ്, മിനൽ ജിന്നതി മിനൽ ജിന്നതി വന്നാസ്. ഒന്ന് വായിക്കോ. Whether he be from the jinn or humans. അവർ ജിന്നുകളിൽപ്പെട്ടവരാവട്ടെ മനുഷ്യരിൽപ്പെട്ടവരാവട്ടെ. മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകൾപ്പെട്ടവരാവട്ടെ മനുഷ്യരിൽപ്പെട്ടവരാവട്ടെ, അവർ ഞാൻ എന്ത് ചെയ്യുന്നു? അഭയം തേടുന്നു. പറയണം, അല്ലദീ ദ വൺ ഹൂ ഒരാൾ, അല്ലദീ ഒരുവൻ, യുവസ്വിസു വിഷ്പേഴ്സ് ഫീ സുദൂരിന്നാസ് ഇൻ ദി ബ്രസ്റ്റ് ഓഫ് മാൻകൈൻഡ്, മിനൽ ജിന്നതി വന്നാസ്, അല്ലേ, ഫ്രം ദി ജിൻ ആൻഡ് മെൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു സൂറയുടെ അർത്ഥം.
കൂടുതൽ ഇൻഷാല്ല വാക്കർത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാവരും കൃത്യമായിട്ട് ഇപ്പൊ നമ്മുടെ ടീം അൽഹംദുലില്ലാ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, ഈ കോണ്ടന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഭയങ്കര പണിയാണ്. റെഫർ ചെയ്യണം, അത് ശരിയാന്ന് ഉറപ്പുവരുത്തണം, അത് ക്യാപ്സുലാക്കി മാറ്റണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതായത് അതെന്ത് ചെയ്യുക, പഠിക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഇൻഷാ അല്ലാ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഈ സൂറയിലേക്ക് കടക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. നമുക്ക് ചെറിയൊരു സമയത്താണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് പ്രതീക്ഷയായി സൂറ നമുക്ക് മാറണം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ പ്രതീക്ഷ ആരിലാണ്? അള്ളാഹുവിലാണ്. നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവിലാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കാൻ ഒരാൾക്ക് കഴിയുള്ള ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിശാചിന്റെ ദുർബോധനമാണ്. അല്ലെ? നമ്മൾ സെറ്റ് ചെയ്യാൻ കാരണം നമ്മളിങ്ങനെ ആദം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ഒരാൾക്ക് പറയാൻ പറ്റോ? ഹലോ, ആദം നബിയുടെ ഹവ്വാബിയുടെ ജീവിതത്തിൽ പിശാച് എന്ത് പണിയാ ചെയ്തത്? എല്ലാവർക്കും അറിയുന്നതാണ്. ആ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ പിശാചിന്റെ പ്രലോഭനം കാരണം അവരങ്ങോട്ട് പോവുകയും ആ പഴം കഴിക്കുകയും അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവം. ഈ പുറത്താക്കപ്പെടാന് കാരണക്കാരൻ ആരാണെന്ന് പറഞ്ഞത്? പിശാചുകാരൻ. പിശാചിന്റെ ദുർബോധനമാണ് എന്ത് ചെയ്യുന്നത്? അവരെ സ്വർഗത്ത് നിന്ന് പുറത്താക്കുന്നത്. ചിലപ്പോൾ മടക്കം നമ്മൾ ആലോചിക്കലുണ്ട്, അല്ല എന്നാ പിശാച് എടുത്ത പണി കൊണ്ടല്ലേ ഞാൻ ഈ ദുനിയാവ് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത്. അങ്ങനൊന്നുമല്ല, അത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമായിട്ട് എന്ത് ചെയ്യുന്നത്. ജാഇലുൻ ഫിൽ അർളി ഖലീഫ അങ്ങനല്ലേ പറയുന്നത്? സൃഷ്ടിക്കുമ്പോൾ എന്താ പറയുന്നത്? ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ ഒരു പ്രതിനിധി എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കാൻ പോകുന്നു. അല്ലെ? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അപ്പൊ അവര് ചോദിക്കുകയാണെന്ത്? ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിലേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു നമുക്ക് വലിയൊരു പരീക്ഷണമായിട്ട് വെച്ചതാണെന്ത്? പിശാചിന്റെ ദുർബോധനം. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. വെല്ലുവിളി എന്താ ചോദിച്ചു കഴിഞ്ഞാല്, പിശാച് അള്ളാഹുവിന്റെ അടുത്ത് മനുഷ്യരെ കുറിച്ച് ഇപ്പൊ സൂറത്തുൽ ഹിജ്ർ ഒരാൾ എടുക്കണേ. സൂറത്തുൽ ഹിജ്ർ 32-ാമത്തെ ആയത്തുനിന്ന് എടുക്കോ. അപ്പൊ നമുക്കതിന്റെ ഒരു കോണ്ടക്സ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആവും. അതായത് ഇത് നമുക്ക് ഭയങ്കര ചലഞ്ചായിട്ട് ഫീൽ ചെയ്യും. പിശാചിനെ അകറ്റുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചായിട്ട് എന്ത് ചെയ്യുന്നു? ഫീൽ ചെയ്യും. സൂറത്ത് ഹിജ്റിലെ 26-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു പറയാണ് ഈ ജിന്നുകളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളത്. 26-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് വായിക്കാവോ? എന്താണ് ജിന്നുകളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം? ശരിക്കും ഈ സൂറ പഠിക്കുന്ന റെലവൻസ് ഒന്നുകൂടി നമുക്ക് ബോധ്യപ്പെടും ആ ഭാഗം വായിക്കുമ്പോൾ. അർത്ഥം ആയത്ത് വായിക്കണോ? അർത്ഥം വായിച്ചേ സമയം. ബാക്കി അർത്ഥം. മനുഷ്യനെ നാം വരണ്ടതും ഗന്ധമുള്ളതുമായ കറുത്ത കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതിനു മുമ്പ് ജിന്നുകളെ നാം തീജ്വാലയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ റബ്ബ് മലക്കുകളോട് ഇപ്രകാരം പറഞ്ഞത് ഓർക്കുവിൻ. വരണ്ടതും ഗന്ധമുള്ളതുമായ കറുത്ത കളിമണ്ണിൽ നിന്ന് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്. സൃഷ്ടി പൂർത്തീകരിക്കുകയും അതിൽ എന്റെ ആത്മാവിൽ നിന്ന് ഊതുകയും ചെയ്താൽ നിങ്ങളെല്ലാം അവന്റെ മുമ്പിൽ പ്രണാമത്തിൽ വീഴണം. അങ്ങനെ മലക്കുകളൊക്കെയും പ്രണാമം ചെയ്തു, ഇബ്ലീസ് ഒഴിച്ച്. അവൻ പ്രണാമം ചെയ്യുന്നവരുടെ കൂടെ ചേരാൻ വിസമ്മതിച്ചു. റബ്ബ് ചോദിച്ചു, ഹേ ഇബ്ലീസ്, പ്രണാമം ചെയ്തവരുടെ കൂടെ ചേരാതിരിക്കാൻ നിനക്കെന്തു കാര്യം? അവൻ പറഞ്ഞു, വരണ്ടതും ഗന്ധമുള്ളതുമായ കറുത്ത കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനെ പ്രണമിക്കാൻ ഞാനില്ല. റബ്ബ് കൽപ്പിച്ചു, ശരി, എങ്കിൽ നീ ഇവിടെ നിന്ന് പുറത്തു പോവുക. എന്തുകൊണ്ടെന്നാൽ നീ ആട്ടിയകറ്റപ്പെട്ടവനാകുന്നു. ഇനി പ്രതിഫലം നൽകുന്ന നാൾ വരെ നിന്നിൽ ശാപമുണ്ട്. അപ്പോൾ അവൻ അപേക്ഷിച്ചു, എന്റെ നാഥ, അങ്ങനെയാണെങ്കിൽ. ഒരു സെക്കൻഡ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചില്ലേ ആ സംഭവം? നിങ്ങൾക്ക് മനസ്സിരുത്തി വായിച്ചു നോക്കുക.
അങ്ങനെ ഉണ്ടല്ലോ, ഇബ്ലീസ് അഹങ്കരിക്കുന്നു, പുറത്തു പോകാൻ പറയുന്നു. ഈ പുറത്തു പോകുമ്പോഴേ ഇബ്ലീസ് വെല്ലുവിളിക്കാം. അങ്ങനെ ചില പറയും ഞാൻ കാണിച്ചു തരാന്ന് പറയില്ലേ, ഞാൻ കാണിച്ചു തരാന്നുള്ള രീതിയിൽ. പക്ഷെ ഈ വെല്ലുവിളി ആരുടെ കാര്യത്തിലാ? എന്റെ കാര്യത്തിൽ നമുക്ക് തോന്നണം. എന്താ വെല്ലുവിളി? എന്റെ കാര്യത്തിലാ പിശാച് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് പിശാച് അങ്ങനെ വെല്ലുവിളിക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹുവിനെ നമ്മളെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അള്ളാഹുവിനെ ആ ചലഞ്ചില് എന്ത് ചെയ്യുന്നു? പടച്ചോന്റെ കൂടെ നിൽക്കുക നമ്മുടെ ഒരു ബാധ്യതയാണല്ലോ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള ആയത്തുങ്ങൾ ഫീൽ ചെയ്തോ, വായിച്ചോ. അപ്പോൾ അവൻ അപേക്ഷിച്ചു, എന്റെ നാഥ, അങ്ങനെയാണെങ്കിൽ ഇനി മനുഷ്യർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിനം വരെ എനിക്ക് അവസരം നൽകണമേ. അവൻ അരുളി, ശരി, നിനക്ക് അവസരമുണ്ട്, കാലം നിർണയിക്കപ്പെട്ട ആ ദിനം വരെ. അവൻ പറഞ്ഞു, നാഥ, നീ എന്നെ പിഴപ്പിച്ചുവല്ലോ. അതുപോലെ ഇനി ഭൂമിയിൽ ഞാൻ അവർക്ക് കൗതുകങ്ങൾ കാണിച്ചു കൊടുക്കും, സകലരെയും പിഴപ്പിക്കുകയും ചെയ്യും, അവരിൽ നീ പ്രത്യേകം തിരഞ്ഞെടുത്ത അടിമകളെ ഒഴിച്ച്. അവൻ അരുളി, ഇതാണ് നേരെ എന്നിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം. എന്റെ യഥാർത്ഥ ദാസന്മാരിൽ നിനക്ക് സ്വാധീനമുണ്ടാകുന്നതല്ല. നിന്നെ പിന്തുടർന്ന വഴിപിഴച്ചവരിൽ മാത്രമേ നിന്റെ സ്വാധീനം ഫലിക്കുകയുള്ളൂ. നരകമാകുന്നു അവർക്കെല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ടായത്തുകൾ ശ്രദ്ധിക്കണം കേട്ടോ. 40-ാമത്തെ ആയത്ത്, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. പിശാചിനെ പറയാട്ടോ, അള്ളാഹുവെ നിന്റെ ഇഖ്ലാസുള്ള ഇബാദുകൾ നമ്മൾ കഴിഞ്ഞ ആയത്ത് പഠിച്ചല്ലോ. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ, അല്ലെ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാം. അങ്ങനെ ഇഖ്ലാസുള്ള ആളുകളെ പടച്ചോനെ ഓരൊക്കെ തൊടാൻ പറ്റില്ല കേട്ടോ. പിശാച് ആദ്യം അങ്ങോട്ട് തന്നെ പറയാ. അള്ളാഹു വീണ്ടും പറയാണെന്ത്? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ ഇല്ലാ മൻ ഇത്തബഅകൽ ഗാവീൻ. എന്താ പറയുന്നോ? എന്റെ അബദുകൾ ഉണ്ടല്ലോ, അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട ആളുകൾ, അവരെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നിന്നെ പിൻപറ്റുന്ന വഴിപിഴച്ച ആളുകൾക്ക് മാത്രമേ എന്തുള്ളൂ, നിനക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഇബാദുകളെ നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ ആയത് കേട്ട് നമ്മളൊന്ന് പേടിക്കല്ല, നമുക്കൊന്ന് ഒരു ഇടങ്ങേറ്. എന്ന് വെച്ചാല് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ നമ്മൾ പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു കാര്യം നോക്കിയാൽ മതി. നമ്മുടെ മനസ്സിൽ ഈ പിശാജ്, ഒരു പൈശാചിക ചിന്തകള്, അല്ലെങ്കിൽ പിശാജിന്റെ വഴിയാണോ, തെറ്റുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ അബദുകള്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾ നമ്മൾ മാറുന്നു എന്നല്ലേ. അതുകൊണ്ട് ഈ പിശാജ് വെല്ലുവിളിച്ച ആ വെല്ലുവിളിക്ക് നമുക്ക് ഉത്തരം നൽകണം. ആ ചലഞ്ചുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് പറയണം, എന്ത് കാണിച്ചു തരാം, അല്ലെ, നമുക്ക് കാണാം, എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കും. പിശാചെ എന്താണ്, നിനക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, ഞാൻ അള്ളാഹുവിന്റെ ആളാണ്. അപ്പൊ നിങ്ങൾ ആയത്തുനിന്ന് കൂടി ഒന്ന് വായിച്ചു നോക്കുക, നമുക്ക് കുറച്ചും കൂടെ പ്രചോദനം നൽകും. എന്താ അള്ളാഹു പറയുന്നത്? കുൽ, അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം, അഊദു, ഞാൻ ശരണം തേടുന്നു 3 കാര്യങ്ങളിൽ നിന്ന്. റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. അത് അള്ളാഹുവിന്റെ, നിങ്ങൾ ഇവിടെ നോക്ക്, ഇവിടെ മൂന്ന് സ്ഥലത്തും പ്രയോഗിച്ച ഒരു വേർഡ് എന്നുള്ളത് ഏതാണ്? മൂന്നിലും പ്രയോഗിച്ച ഒരു വേർഡ് നാസ്. ഞാൻ ചോദിക്കട്ടെ, പല സ്ഥലങ്ങളിലും ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബുൽ ആലമി എന്ന് പറഞ്ഞു, സർവ്വലോക രക്ഷിതാവ്, അല്ലെ. ഇവിടെ റബ്ബുൻ നാസ് എന്ന് പറഞ്ഞു. അതെന്തിനും കാരണം? എന്നാലോചിച്ചു, ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തിനാ റബ്ബുൻ നാസ് തന്നെ? അങ്ങനെ വേറെ അതായത് പഠിച്ചവൻ നമ്മുടെ കൂടെ എന്ത് പ്രോബ്ലം വന്നാലും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് പിന്നെ ഡിനോട്ട് ചെയ്യുന്നതാണോ? ഓക്കെ, ഓക്കെ, അതൊരു ഇതാണ്, ഏത് ഘട്ടങ്ങളിൽ അള്ളാഹുയുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു സംഗതി മനുഷ്യരെയാണല്ലോ ദുർബോധനം ചെയ്യുന്നത്. യെസ്, അതാണ് അതിൽ പ്രധാനപ്പെട്ട മെസ്സേജ്. അതാണ്, അതായത് പിശാചിന്റെ ദുർബോധനം ബാധിക്കുക ആരെയാണ്? മനുഷ്യരാണല്ലോ. കാരണം മനുഷ്യർക്കാണ് അള്ളാഹു ഫ്രീഡം ഓഫ് ചോയ്സ് കൊടുത്തത്. അതുകൊണ്ട് ഈ ദുർബോധനം ബാധിക്കുക ആരെയാണ്? മനുഷ്യരെയാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ആവർത്തിച്ച് റബ്ബുന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എന്ന് പറഞ്ഞത്, അല്ലെ, പിശാചിന്റെ ദുർബോധനം ബാധിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ
3 പ്രയോഗങ്ങൾ അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറയുന്നുണ്ട്. ഒന്ന് റബ്ബ്, നമുക്ക് ബോധ്യം ഉണ്ടാവണം കേട്ടോ. എന്താണ് റബ്ബ്? റബ്ബ് എന്ന് വെച്ചാൽ എന്താണ്? നാഥൻ അല്ലെ. എന്താണ് മുറബി എന്ന് വെച്ചാൽ? തെർബിയത്ത് എന്നാണ്. തെർബിയത്ത് എന്താ? വേണ്ട, ഈ റബ്ബ് എന്ന് വെച്ചാൽ രക്ഷിതാവുന്നല്ലേ, ഗാർഡിയൻ. ആ തെർബിയത്ത് എന്താ പറയാ? തെർബിയത്ത് പറയാം. വളർത്തൽ. വളർത്തൽ അല്ലെ, വളർത്തൽ. അല്ലെങ്കിൽ ഗാർഡിയൻ അല്ലെങ്കിൽ രക്ഷിതാവ് എന്ന് പറയൂലേ, ഗോഡ്. എന്താണ് നമ്മുടെ സ്കൂളൊക്കെ പഠിക്കുമ്പോ എന്ന ഗാർഡിയന്റെ പ്രത്യേകത എന്താ? ഗാർഡിയന്റെ റോൾ എന്താ? അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ലോക്കൽ ഗാർഡിയൻ ഏൽപ്പിക്കും അല്ലെ. ഡൽഹിയിലൊക്കെ എത്തുമ്പോൾ എന്താണ്, ഒരു ലോക്കൽ ഗാർഡിയൻ വേണ്ടി വരും. എന്താ ഗാർഡിയൻ റോൾ എന്താ? ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ആ സ്ഥലത്ത് ആ പാരന്റ്സിന്റെ ആബ്സെൻസിൽ ഏൽപ്പിക്കുന്ന ഒരാള്. അല്ലെ. യെസ്. അപ്പൊ എന്ന് വെച്ചാല് അവിടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാള്, അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാള്. അപ്പൊ എന്ന് പറഞ്ഞാല് റബ്ബ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വളർച്ചയിലും നമ്മുടെ കൂടെ ഉള്ള ഒരാൾ മാത്രമാണ്. ആരാണ്? അള്ളാഹു അല്ലെ. ശരിക്കും നമ്മൾ വളർത്തുന്ന റബ്ബാണ്. അതിൽ നമുക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. നമ്മളെ മക്കളെ നോക്കുന്ന ആരാണ്? അള്ളാഹു ആണ്. ഇപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എന്താണ് മക്കളുടെ ജീവൻ അല്ലെ, നമുക്കറിയാലോ, നിസ്സാരമായി. ഇപ്പം ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ പറയുന്ന കേട്ടോ. ഇപ്പൊ തൊണ്ടയിൽ എന്താണ് ഭക്ഷണം കുടുങ്ങി മരിക്കുക, ബക്കറ്റിൽ വെള്ളത്തിൽ വീണ് മരിക്കുക, അല്ലെങ്കിൽ വാഹനം ഇടിച്ച് മരിക്കുക, ഇങ്ങനെ സ്കൂളൊക്കെ കുട്ടികൾ പോവാ. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ആലോചിച്ച് അങ്ങ് മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്കൂൾ പറഞ്ഞേക്കാൻ പറ്റുമോ? ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് നോക്കട്ടോ. ഇതിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? അള്ളാഹു ആണ്. നമുക്ക് ജീവിതത്തിന്റെ ഓരോ സ്പന്ദനങ്ങളിൽ നമുക്ക് എല്ലാം തരുന്നത് ആരാണ്? അള്ളാഹു ആണ്. അല്ലെ, ആണോ? ഇപ്പൊ ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തും ഇങ്ങനെ കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ പോയിരുന്നു. പിന്നെ അപ്പൊ നമ്മളിങ്ങനെ കുറേ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ഡിസ്കസ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അദ്ദേഹം ഇങ്ങനെ കുറച്ച് ഈ ദൈവാസ്തികത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളൂടെ. അപ്പൊ അള്ളാഹുവിന്റെ ഇങ്ങനെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഒരു ഒരു ഫലവർഗങ്ങൾ എല്ലാം ഒരു വെള്ള കുടിക്കുന്ന അല്ലെ, എല്ലാം. ഖുറാൻ പറയും ഇസ്കാ ബിമാഇൻ വാഹിദ്. ഖുറാന്റെ പ്രയോഗമുണ്ട്, ഫല്യൻദുർ ഇൻസാനു ഇലാ തുആമിഹി. അവന്റെ വെള്ളത്തിലേക്കും അല്ല അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കണം. അപ്പൊ എല്ലാം ഒരേ ഇതാണ് കുടിക്കുന്നത്. പക്ഷേ കളർ വ്യത്യസ്തമാണ്, രുചി വ്യത്യസ്തമാണ് അല്ലെ. എന്തുണ്ട്, ഈ ഒരു വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വേണ്ടതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമുക്ക് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് എനർജി സ്വീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, ഞാൻ സിമ്പിളായി പറഞ്ഞാല് ഈ ഫലവർഗ്ഗങ്ങൾ ഇപ്പൊ മാങ്ങയൊക്കെ അങ്ങനെ ഉണ്ടാവുന്നതിന്റെ സോഴ്സ് ശരിക്കും എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഒരു മാങ്ങ ഉണ്ടാവുക? ഞാൻ സിമ്പിളായി പറഞ്ഞ കേട്ടോ. നിങ്ങൾ ഓരോ സംഗതിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ എവിടെ നമുക്ക് റബ്ബിനെ കാണാൻ പറ്റും. അപ്പോൾ അള്ളാഹു എന്ന റബ്ബ്, എന്നെ നോക്കുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എനിക്ക് വേണ്ടതൊക്കെ തരുന്നവനായ റബ്ബ് കേട്ടോ. ആ റബ്ബിനോടാണ് ചോദിക്കുന്നത്. വിദൂരത്തുള്ള ഒരാളോടാണോ? അല്ല. പിന്നെ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരു പാരന്റിങ് ലെവലിൽ ആളുകൾ ഉണ്ടാവണം. പിന്നെ വേണ്ട ആരാണ്? അധികാരികൾ വേണം. മലിക്, അതാരാണ്? അള്ളാഹു ആണ് അല്ലെ. എന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നവനും എന്റെ മേൽ പൂർണ്ണ അധികാരമുള്ളവൻ ആരാണ്? അള്ളാഹു. ഇതെന്തിനാ പറയുന്നത് കേട്ടോ? ഇത് പ്രത്യേക പർപ്പസ് മനസ്സിലാക്കണേ. നമ്മുടെ ലൈഫിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? അള്ളാഹുവിനെ അറിയല. ഇതല്ലാതെ നമ്മൾ ജീവിക്കുന്ന തന്നെ റബ്ബിനറിയാ, റബ്ബിനെ സമർപ്പിക്കുക. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്താണ്? എല്ലാ വസ്തുക്കളും നമുക്ക് എന്തിനാ? അള്ളാഹുവിനറിയാനാ. നിങ്ങൾ ശരിക്ക് ഈ ഒരു ലക്ഷ്യത്തോടെ സൂറത്ത് യൂസുഫിലെ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ബീച്ചിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോ അപ്പോൾ ഉള്ളൊരു ആയത്തായത്. അപ്പൊ ഇങ്ങനെ അള്ളാഹു ചോദിക്കാട്ടോ, ആകാശങ്ങളിലും ഭൂമിയിൽ എത്ര ആഴ്ചകളുള്ളത്? യമുറൂൻ അലൈഹ, നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്.
ബഹുമനഹമാരുതും, പക്ഷെ നിങ്ങളത് പരിഗണിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ കാണുന്ന ഏത് സംഗതികളിലും നിങ്ങൾ എന്ത് കാണുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടതാണോ? ആ, അതിൽ നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ കഴിയണം, അല്ലേ? അള്ളാഹുവിനെ കാണാൻ കഴിയണം. എന്തിലും നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. നിങ്ങളൊന്ന് മനസ്സ് വെച്ചിട്ട് ഇൻഷാല്ലാ എനിക്ക് എന്നെ റബ്ബിനെ അറിയണം എന്നുദ്ദേശിച്ച് എല്ലാത്തിനും നോക്കി എല്ലാത്തിലും നമുക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റബ്ബ്, നമ്മുടെ മലിക്ക്, പിന്നെ എന്താണ് ഇലാഹ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡാണ് സ്പിരിച്വൽ നീഡ്, അല്ലെ? അത് പ്രധാനമാണല്ലോ. അതായത് സ്പിരിച്വാലിറ്റി മനുഷ്യന് വളരെ പ്രധാനമാണ്. അപ്പൊ ആ സ്പിരിച്വൽ നീഡ് കവർ ചെയ്യാൻ മനുഷ്യന് എന്ത് ചെയ്യണം? അവൻ എവിടെയെങ്കിലും പോകാറുണ്ട്, പക്ഷെ അതും നമുക്ക് കവർ ചെയ്യാൻ പറ്റുക ആരിലൂടെയാണ്? അള്ളാഹുവിലൂടെയാണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 തലത്തിലുള്ള അള്ളാഹുവിന്റെ, ഒന്ന് റബ്ബാണ് അള്ളാഹു, മലിക്കാണ്, ഇലാഹാണ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിലൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, വേറൊരാളിലും നമ്മളുടെ അഭയമില്ല, അല്ലെ? വേറൊരാളിലും നമ്മുടെ അഭയമില്ല, അള്ളാഹുവിൽ മാത്രമാണ്. അപ്പൊ അള്ളാഹു പറയാണ്, കുൽ, നീ പ്രഖ്യാപിക്കുക, ഔദു, ഞാൻ ശരണം തേടുന്നു. അപ്പോൾ മനസ്സിലെന്താണ്? കൊണ്ട് ഞാൻ ശരണം തേടുന്നു. ആരല്ല? റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, അല്ലെ? നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മൾ ആരോടാ സഹായം ചോദിക്കുക? നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആളോടാണോ? ആണോ? ആരോട് ചോദിക്കുക? ഒരു പൈസക്ക് ആവശ്യം വരുന്നു, നിങ്ങൾ പെട്ടെന്ന് ആരോട് ചോദിക്കുക? പൈസ ഉള്ള ഒരാളടുത്ത് ആ, പോയിട്ട്. എല്ലായിടത്തും ചോദിക്കാം. ഇപ്പൊ പ്രൊട്ടക്ഷൻ, ഇപ്പൊ ഡൽഹിയിൽ ഇങ്ങനെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഒരു പിന്നെ എന്താണ് നമ്മളിങ്ങനെ ഇപ്പൊ കാണുന്നുണ്ട്, റൈറ്റ്സ് കാണാറുണ്ട്, അല്ലെ? കലാപങ്ങൾ കാണാറുണ്ട്. അങ്ങനെ എന്തോ സംഭവിക്കുന്നു വിചാരിക്കാം. അപ്പൊ നിങ്ങൾ വിളിക്കുക, എങ്ങോട്ടാ വിളിക്കുക? അല്ല, എങ്ങോട്ടാ വിളിക്കുക? നിങ്ങൾ ഒരു ഇഷ്യൂ, അല്ലെ, അതിന് വേണ്ട, നിങ്ങൾക്ക് ഒരു വീട്ടിൽ ഒരു ഇഷ്യൂ വരുന്നു. അപ്പൊ നിങ്ങൾ ആരെയും വിളിക്കുക? ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. അതായത് നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളെ നമ്മൾ വിളിക്കുക, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡാണ് സ്പിരിച്വൽ നീഡ്. കാരണം അത് മനുഷ്യനിൽ അള്ളാഹു അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ കൊത്തിവെച്ചൊരു സാധനമാണ് ഈ നീഡ്. അതായത് ഏത് നിരീശ്വരവാദി പോലും മരണം മുമ്പിലെത്തി എന്ത് ചെയ്യും? ആരെ വിളിക്കും? പടച്ചവനെ വിളിക്കും. അപ്പൊ മനുഷ്യന്റെ ഈ നീഡ് വളരെ പ്രധാനമാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ ഒരൊറ്റ ഒരാളാണെന്ത്? അള്ളാഹു. അപ്പൊ നമുക്കിത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. അപ്പൊ പിന്നെ നമുക്ക് എന്നെ ആര് നോക്കും എന്നുള്ള ടെൻഷൻ നമുക്ക് ഉണ്ടാവൂല, അല്ലെ? ശരിയല്ലേ? എന്നെ ആര് ഭരിക്കും, എന്നെന്തെങ്കിലും ചെയ്തോളൂ എന്നുള്ള പേടി നമുക്ക് ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. ഇല്ല. ആ, പിന്നെ അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന, അല്ലെ? എനിക്ക് ജീവിതത്തിൽ എൻ്റെ സമാധാനം, സന്തോഷം, അല്ലെ? സ്പിരിച്വൽ നീഡ് പറഞ്ഞാൽ എന്താ? ഒരു കണ്ടന്റ്മെന്റ്, സാറ്റിസ്ഫാക്ഷൻ, അതെനിക്ക് കിട്ടണ ആരിലേക്ക് മടങ്ങേണ്ടത്? അള്ളാഹുലേക്ക്. ഈ ബോധ്യത്തിൽ നമ്മൾ അള്ളാഹുവിൽ ശരണം തേടുക. എന്തിനാ ശരണം തേടുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലെ? വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞാല് ദുർബോധനം നടത്തുന്ന ആളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൽ ശരണം തേടുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു വേർഡ്, ആരിൽ നിന്ന് ശരണം തേടുന്നു, അല്ലെ? ഇവിടെ ഉപയോഗിച്ച വാക്ക് വസ്വസ എന്നാണ്. വസ്വസ് എന്ന് പറഞ്ഞാല് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ വേർഡ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. വസ്വാസ്, അതായത് വസ്വാസിന്റെ പ്രത്യേകത, ഒരാളുടെ മനസ്സിൽ, ശരിക്കും മനസ്സിലാക്കണേ, ഒരാളുടെ മനസ്സിൽ അയാൾ അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളിൽ ദുശ്ചിന്തയുണർത്തുന്നവനാണെന്ത്? വസ്വാസ്. വസ്വാസ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആവർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണം, ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളാന്ന് അറിയില്ലേ? അത് ആവർത്തിച്ചുള്ള പ്രകമ്പനമാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വസ്വാസ, നോക്കണേ, നമ്മൾ അറിയാതെ, അതടിവരാണ്, നമ്മൾ അറിയാതെ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ ഇടക്കിടക്ക് വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദുർബോധനം ചെയ്യുന്നു. അതിൽ ഖന്നാസിൽ ഉപയോഗിച്ചാൽ
ഒന്ന് പ്രത്യക്ഷപ്പെട്ടു പിന്നെ കാണൂല. ഇതിനാണ് എന്ത് പറയാ? ഹുനൂസ് എന്ന് പറയാ. അപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, പിശാചിന്റെ പണി എങ്ങനെയാ? ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു സംഗതി കണ്ടാലേ നമുക്കതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ കണ്ടില്ല, നമുക്ക് അറിയില്ല, നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക? നമ്മൾ അറിവില്ലാത്ത, നമ്മൾ നേരിൽ കാണാത്ത ഒരു സംഗതി നമുക്ക് രക്ഷപ്പെടൽ സാധ്യമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇല്ല, നമുക്കറിയില്ല. അപ്പൊ പിശാചിന്റെ ദുർബോധനം എങ്ങനെ വരിക? നമുക്ക് മനസ്സിലാവൂല, നമുക്ക് അറിയാൻ പറ്റൂല. എന്നാൽ ഇയാൾ എന്ത് ചെയ്യും? ഇടക്കിടക്ക് വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പലവിധ പ്രേരണകളും നമുക്ക് നൽകും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വേറെ വഴിയുണ്ടോ? അല്ലാണ്ട് ചോദിക്കല്ലാതെ വേറെ വഴിയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ല? എസ് ഓർന്ന് പറയോ പ്ലീസ്. ഇല്ല. കാരണം എന്ന് വെച്ചാല് നമ്മൾ അറിയാതെയാണ് ഈ വ്യക്തി, അല്ലെ, പിശാചിന്റെ ദുർബോധനം നമ്മൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, അള്ളാഹുവിനോട് ശരണം തേടുക, അല്ലെ? അള്ളാഹുവിനോട് ശരണം തേടുക. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ അറിയാതെ വരിക എന്നുള്ളത്? ഉദാഹരണം പറഞ്ഞാല് എന്തോ ഒരു തെറ്റ് ലൈഫിൽ ചെയ്തു പോയ തെറ്റ് മനുഷ്യന് സംഭവിച്ചേക്കാം. തെറ്റ് ചെയ്തു പോയി, എന്താ ഫീൽ ചെയ്യാൻ വിശ്വാസിക്ക്? സന്തോഷാണോ റിഗ്രറ്റ് ആണോ? റിഗ്രറ്റ്. റിഗ്രറ്റ് ഫീൽ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവൻ ആ ചെയ്തത് അതായത് സൂക്ഷ്മമായ ബോധ്യത്തോടെയല്ല, അല്ലെ? ഞാനത് ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ശരിക്കും ഞാനത് ചെയ്യരുതായിരുന്നു, എൻ്റെ ബോധം പറയുന്ന അതാണ്, അല്ലെ? ഞാനത് ചെയ്യരുതായിരുന്നു. അപ്പോ അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിച്ച ഒരാളുണ്ടാവും, അതിന് പ്രേരണ നൽകിയത്. പക്ഷെ ആ പ്രേരണ നൽകിയ ആളെ കുറിച്ച് നമുക്ക് ആ ചെയ്യുമ്പോൾ ബോധ്യമില്ലായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങള് ഈ നമുക്കിടയിൽ നടക്കുന്ന പലപ്പോഴും തെറ്റായ പ്രവൃത്തികൾ, കൊലപാതകം, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ കൊണ്ടോ, ഇപ്പൊ ഞാൻ ഇന്നലെ കണ്ടു കേട്ടോ, ഇന്നലെ, അതായത് കേരളത്തിലുള്ള ഒരു ഫാമിലി, അവരെന്ന് വെച്ചാല് നന്നായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു നല്ല വീട്, നല്ല സാമ്പത്തിക അവസ്ഥ, സമൂഹത്തിൽ ഭയങ്കര സ്ഥാനം. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരച്ഛനും അമ്മയും മകളും ഒരു ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. കണ്ടോന്ന് അറിയില്ല, തട്ടിക്കൊണ്ടുപോയി. അതിന്റെ വിലപേശാൻ വേണ്ടിയിട്ട് വിലപേശി എന്ത് ചെയ്താ ആ കുട്ടിയെ ഓൾക്ക് തിരിച്ചു കിട്ടി. പക്ഷെ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് ഇവരാരെ അറസ്റ്റ് ചെയ്തു? പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്, ഒരു ചെറിയ നേരത്തെ ബുദ്ധിമോശം കൊണ്ട് അഭിമാനവും എല്ലാം പോയില്ലേ. ഓലിപ്പം ജയിലില്ല, ഓല് ജാമ്യത്തിനുള്ള അപേക്ഷിക്കുന്നില്ല. ആ അമ്മയും അച്ഛനും മകളും ജയിലിലാണ്. ചെയ്ത കുറ്റം എന്താ? കുറച്ച് പൈസ ഉണ്ടാക്കുക, എന്തോ ഒരു കടമൊക്കെ ഉണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ പിടിച്ച് എന്ത് ചെയ്തു? വിലപേശി. ഇതിനോൾക്ക് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. ഉള്ള അഭിമാനവും ഒക്കെ എന്ത് ചെയ്തു? പോയി ജയിലറയിലായി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്യാ, ഒരു നേരത്തെ ബുദ്ധിമോശം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊക്കെ സംഭവിക്കും മനുഷ്യന്, ഇല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചു പല വിധത്തില്. ഇതിന് രക്ഷപ്പെടാൻ നമുക്ക് എന്താ വഴിച്ച്? അള്ളാഹുവിനോട് ശരണം തേടുക. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഈ മുളയിലെ നുള്ളാന്ന് അറിയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുളയിൽ നുള്ളിക്കളയാ. ചെറുതായിരിക്കുമ്പോ തന്നെ ആ ആ അതിന്റെ ഗുണം എന്താ? ആ പ്രശ്നം പിന്നീട് വരൂല. ആ പ്രശ്നം പിന്നീട് വരൂല, അല്ലേ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും, മനുഷ്യൻ തെറ്റിയെന്ന് എങ്ങനെയാണ്? ഒന്ന് മനുഷ്യനാന്ന് ആലോചിക്കും, അല്ലെ? മനുഷ്യനാന്ന് ആലോചിക്കും. ആലോചിച്ച് കുറച്ചു നേരം അതിനുള്ള ഒരു ആക്ഷൻ എടുക്കും. ആലോചിച്ചിങ്ങനെ ഈ ആലോചന മൂക്കുമ്പോൾ എന്ത് ചെയ്യാ? ആക്ഷൻ എടുക്കാം. ഇങ്ങനെ ആക്ഷൻ എടുത്ത് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കും, പിന്നെ ആക്ഷനിലേക്ക്, അല്ലെ, പോകും. അങ്ങനെ എന്ത് ചെയ്യുന്നു? തെറ്റ് മനുഷ്യൻ ചെയ്യും. അപ്പൊ നമ്മളെന്താ അള്ളാഹിനോട് ചോദിക്കുന്നത്? ഈ ആലോചന ഇടുന്നവൻ ആരാണ്? പിശാചാണ്, അല്ലെ? അള്ളാഹുവെ, ഈ ആലോചന ഇടുന്നവരിൽ നിന്ന്, ദുർബോധനം നടത്തുന്ന എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് ആ പിശാചിന്റെ ഉപദ്രവത്തിൽ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടുള്ള രക്ഷ നമുക്ക് അള്ളാഹു തരും. എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചോദിച്ചാല് മനസ്സറിഞ്ഞ് ഇടക്കിടക്ക് അള്ളാഹുവിനോട് ചോദിക്കണത്, അല്ലെ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്,
മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും നന്മ ഉദ്ദേശിച്ചാണ് ഖുർആൻ പഠിക്കാൻ വരുന്നത്. നമ്മളൊക്കെ ആഗ്രഹം എന്തായിരിക്കും? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കണം. പക്ഷേ തടസ്സം ആരാണ്? ഇബ്ലീസാണ്. അപ്പൊ ആ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് നിരന്തരമായിട്ട് നമ്മൾ ഇസ്തിആദത്ത് തേടുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇബ്ലീസിന്റെ ഉപദ്രവം നമുക്ക് രക്ഷപ്പെടുന്നു. അള്ളാഹുവിന്റെ അബദുകളായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നു. പിന്നെ ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ സന്തോഷമൊക്കെ ആരിലായിരിക്കും? അള്ളാഹുവിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് മനസ്സറിഞ്ഞട്ടോ ഈ സൂറ നമുക്ക് ഇസ്തിആദ നമുക്ക് തേടാൻ കഴിയണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലം എവിടെയാ ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഡൽഹിയിലാന്ന് പറയാ. ഞാൻ നാട്ടിൽ ക്ലാസ് എടുക്കുമ്പോൾ പറയാ എന്താ വെച്ചാല് പിന്നെന്താ പറയാ, നമ്മളിങ്ങി കേരളത്തിലാ. ഈ ഡൽഹിയിൽ കിടക്കുന്ന കുറെ മനുഷ്യന്മാർ എന്തൊക്കെയോ പറയുന്നു ചോദിച്ചാൽ നമ്മൾ പേടിക്കാം. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ പിന്നെ അങ്ങനെയല്ല. എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ചില ആളുകൾ ചില ആക്ഷൻ എടുക്കുമ്പോൾ, ഇപ്പോൾ വഖഫ് ബില്ലാകാം, ഇങ്ങനെ പലതും എടുക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ഭയങ്കര ഒരു ഉൾക്കിലാണ്. എന്താ സംഭവിക്കുക, എന്താ പറ്റുക, അല്ലെ? അങ്ങനെ ഭയങ്കര ആശങ്കയില്ല ആളുകൾക്ക്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മൂസാ നബി അലൈഹി സ്വലാം എവിടെയാണ് നിൽക്കുന്നത്? ഫിറോന്റെ കൊട്ടാരത്തിൽ. പുറത്ത് കടക്കാൻ പറ്റുമോ? ഫിറോൻ വിചാരിക്കാതെ കടക്കാൻ പറ്റില്ല, തീർത്ത് കളിവില്ലേ? പക്ഷേ ആ ഘട്ടത്തിൽ മൂസാ അലൈഹി സ്വലാം പറയുന്നത് എന്താ? ഇന്നി ഉസ്തു ബി റബ്ബി വറബ്ബിക്കും, ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു. അതിന് വേറൊരു സംഭവമുണ്ട്. ഇതങ്ങാ ഫിറോന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാല് ഫിറോൻ അത് ഒട്ടും ഇഷ്ടമില്ല. ഫിറോന് ഇഷ്ടമാണോ ഫിറോന്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നതും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഫിറോൻ ഇഷ്ടമാണോ? ആണോ? ഇല്ല. എന്നാൽ എന്ത് ചെയ്യുന്നു? ആ മൊമെന്റിലും ആത്മവിശ്വാസത്തോടെ പറയാണ്, അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് നമുക്ക് ഭയങ്കര ഒരു സംരക്ഷണ കവചമായിട്ട് സൂറ നമുക്ക് മാറും. അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്. എന്താ അവർ നടത്തുക? ദുർബോധനം. അവർ മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തും, അല്ലെ? മനുഷ്യ മനസ്സുകൾ എന്ത് ചെയ്യുന്നു? തെറ്റായ ചിന്തകളിടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരെ തെറ്റിലേക്ക് നയിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അപ്പൊ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും തെറ്റായ ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരുന്നെന്ന് വിചാരിക്കട്ടോ. അപ്പൊ നമ്മൾ മനസ്സ് കാണേണ്ട എന്താണോ? ഇത് അള്ളാഹുമായിട്ട് പിശാചെടുത്ത് വെല്ലുവിളിയാട്ടോ. എന്നെ കീഴ്പ്പെടുത്താൻ, ഞാൻ അള്ളാഹുവിന്റെ അബുദാണെങ്കിൽ എന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, അള്ളാഹ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം പറയാം. എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. ഇപ്പം ചില ചലഞ്ചുകൾ ഉണ്ടാവൂലേ? ഇപ്പൊ പറയൂലേ, നിന്നെ കണ്ടിട്ടാട്ടോ ഞാനിത് ഏറ്റെടുക്കുന്നത്, പറയിപ്പിക്കരുത് കേട്ടോ. ഏ ഇത് ഏത് ഘട്ടത്തിലാ പറയാ? ആരാ പറയല്? ഒരു ഉദാഹരണം പറയൂ നമുക്ക്. അതായത് നമ്മളൊരു ചലഞ്ച് ഏറ്റെടുക്കും, പക്ഷേ നമുക്ക് പൂർണ്ണമായി നമ്മുടെ കൺട്രോളിലായിരിക്കൂല. എന്താ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ പറയാം. ഇപ്പൊ ഒരു സ്കൂള് പിന്നെ ഫുൾ A+ വേണമെന്ന് വിചാരിക്കാം. അപ്പം ടീച്ചർമാർ ഇവർ പ്രഖ്യാപിക്കുന്നത് ഇൻഷാല്ലാ ഈ വർഷം നമ്മൾ മികച്ച വിജയം നേടും, 100% വിജയം, ഫുൾ A+ ഉണ്ടാവും. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓർമ്മ എന്ന് പറയാം കേട്ടോ. അപ്പൊ കുട്ടികളോട് പറയാം എന്താ, നിങ്ങൾ കണ്ടിട്ടാട്ടോ ഞങ്ങൾ ഈ പ്രോമിസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടാട്ടോ ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ ജീവിതത്തിൽ പല ഘട്ടത്തിലും ഉണ്ടാവുമല്ലോ. രക്ഷിതാക്കൾ പറയും, എന്താ പറയാ, ഇല്ല എൻ്റെ മോൻ നന്നായി പഠിക്കും, ഉഷാറായി നിൽക്കും. ഇവന്റെ കഥ എന്തായിരിക്കും എന്ന് വെച്ചാല് ഈ സ്കൂൾ ചേർക്കാൻ പോകുമ്പോൾ പറയാണെന്താണ്, മാർക്ക് കുറവുണ്ട്, ഇല്ല ഓൻ ഇനി ഉഷാറായി പഠിക്കും, നന്നായി പഠിക്കും, നന്നായി പെർഫോം ചെയ്യും. ഇത് പറയുമ്പോ ഈ പറയുന്ന ആൾക്ക് തന്നെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു പ്രതീക്ഷയാണ്. പിന്നെ മോനോട് പറയാ എന്താ, മോനെ ഞാനോൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെറുതെ തന്നെ പറയിപ്പിക്കരുതേ. അപ്പൊ ശരിക്ക് നമ്മൾ അള്ളാനെ അറിയുകയാണെങ്കിൽ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ റബ്ബ് പറഞ്ഞതാണെന്ത്, എന്റെ ഇബാദുകളെ തെറ്റിക്കാൻ പറ്റൂല ഇബ്ലീസ് നിനക്ക്. എന്റെ റബ്ബ് പറഞ്ഞ കാര്യമാകുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ റബ്ബിന് വേണ്ടിയെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? അത് കീപ്പ് ചെയ്യേണ്ടതില്ലേ എന്ന് അള്ളാഹുവിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ജീവിതത്തിൽ എടുക്കാൻ പറ്റണം. സവിശേഷമായിട്ട് തെറ്റായ ചിന്തകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഈ സൂറ നമ്മൾ മൂതുക. ഒന്ന് പ്രാക്ടീസ് നോക്കട്ടോ. എന്തോ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഈ സൂറ മനസ്സറിഞ്ഞ് ഒന്ന് പാരായണം ചെയ്ത് നോക്കും. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതായത് അവര് തെറ്റ് ചെയ്യും എന്നുള്ള മനസ്സിൽ എത്തിയിട്ടുണ്ടാവും. തെറ്റ് വെച്ചാൽ പലതും ഉണ്ടാവും കേട്ടോ. ഒരാൾക്ക് എന്ത് ചെയ്യാ, ഒരാൾ നല്ല വർത്താനം പറയാ, അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഉണ്ടാവും, എന്നെ കൊണ്ട് അങ്ങനെ പറയും അല്ലേ, എന്നാ തിരിച്ച് ഞാനൊന്നും കൊടുക്കും, ഇങ്ങനെ
സിമ്പിളും വലുതൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ആ സന്ദർഭത്തിൽ ഒന്ന് മനസ്സറിഞ്ഞ് ഇസ്തിആദത്ത് നേടി വെക്കുക. നമുക്ക് രണ്ട് കാര്യം ബോധ്യമാകും. ഒന്ന്, പടച്ചോനുണ്ട് എന്ന് ബോധ്യപ്പെടും കേട്ടോ. ഞാൻ തമാശ അല്ല, പടച്ചോനുണ്ട് എന്ന് ബോധ്യപ്പെടും. കാരണം എന്താ, എൻ്റെ ചിന്ത പിന്നെ വളരെ പോസിറ്റീവായി മാറുന്നു. എൻ്റെ മനസ്സിൽ നിന്ന് ആ പകയും വിദ്വേഷവും വെറുപ്പൊക്കെ മാറുന്നു. എൻ്റെ മനസ്സിൽ നിന്ന് ആ തെറ്റായ ചിന്ത മാറുന്നു. അപ്പൊ നമുക്ക് ബോധ്യമാവും, ആ അത് അള്ളാഹുള്ളതുകൊണ്ടല്ലേ, അല്ലേ, അള്ളാഹുള്ളതുകൊണ്ടല്ലേ. നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. ഇത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് പറയാണ്, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ, അല്ലെ, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ. അപ്പൊ ഈ പിശാചുക്കൾ രണ്ട് തരത്തിലുള്ളത്. ഒന്ന് ജിന്നുകളാണ്, രണ്ടാമത്തെ ആരാണ്? മനുഷ്യരാണ്, അല്ലെ, നാസ്, മനുഷ്യർ. അപ്പൊ ഇവിടെ മിനൽ ജിന്നത്തി വന്നാസ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഈ പിശാജ് യഥാർത്ഥത്തില് ഏത് ഗണത്തിൽപ്പെടുന്നതാ? പിശാജ് നേരത്തെ നമ്മൾ താഴത്ത് പറഞ്ഞില്ലേ, പിശാജിനെ സൃഷ്ടിക്കപ്പെട്ട ഇൽന്നാ. പക്ഷെ എന്താ പറഞ്ഞ, എന്നെ സൃഷ്ടിച്ച എന്തിൽ നിന്നാ പറഞ്ഞത്? അഗ്നിയിൽ നിന്ന്. അഗ്നിയിൽ നിന്ന്. പക്ഷെ അപ്പൊ പിശാജ്, ഇബിലീസിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞറിയോ? സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി. എന്താ പറയുന്നത്? പിശാജ് ജിന്നുകളിൽപ്പെട്ടവനാണ്, അങ്ങനെ പറയുന്നത് അള്ളാഹുവിന്റെ കാലം. അപ്പൊ മിനൽ ജിന്ന് എന്ന് പറഞ്ഞ ഈ ആയത്ത് പറയുന്നതാ വന്നാസ്, ജനങ്ങളിലുണ്ട്. ഞാൻ ഉദാഹരണം വേറെന്ന് പറഞ്ഞത് സൂറത്തുൽ അൻആം പറയുന്നുണ്ട്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗറൂറ. അൻആമിലെ 112-ാമത്തെ ആയത്താട്ടോ. അതായത് ഈ ഇങ്ങനെ വഞ്ചനാത്മകമായ മോഹവാക്യങ്ങൾ പരസ്പരം ബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന പിശാചുക്കളായ ജിന്നുകളും മനുഷ്യന്മാരും, അല്ലെ, ജിന്നുകളും മനുഷ്യന്മാരും. അപ്പൊ ഇവിടെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുമ്പോൾ നബി അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, താങ്കൾ നിസ്കരിച്ചോ? ഇല്ല. എന്നാ പോയി നിസ്കരിക്ക്. അങ്ങനെ നിസ്കരിച്ചു. വീണ്ടും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂദർ തഅവ്വദ് ബില്ലാഹി മിൻ ശർരി ശയാത്തീനിൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളുടെ മനുഷ്യരിൽ നിന്നും പിശാചുകളിൽ നിന്ന് ശരണം തേടുക. അപ്പം ചോദിക്കുന്നു, മനുഷ്യരും ചെകുത്താന്മാരുണ്ടോ? ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് ഈ പൈശാചികത എന്നുള്ളത് നമ്മൾ പറയല്ലേ, പൈശാചികമായ പ്രവർത്തനം, അല്ലെ, നമ്മൾ ഒന്നുമില്ല, പിന്നെ എന്തെങ്കിലും തെറ്റായ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതാണ് ഇബ്ലീസെ, പിശാചെ, അങ്ങനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ആളുകൾ വിളിക്കാറുണ്ട്, അല്ലെ, അങ്ങനൊക്കെ പ്രയോഗിക്കാറുണ്ടല്ലോ. അപ്പൊ പൈശാചികത എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, പൈശാചികത എന്ന മലയാളത്തിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? അതൊരു വ്യക്തി എന്നതാണോ, അല്ലെങ്കിൽ വ്യക്തി എന്ന പ്രവൃത്തിയാണോ ഉദ്ദേശിക്കുന്നത്? പൈശാചിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയല്ലേ? പ്രവൃത്തിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജിന്നുകളിലും നല്ല ആളുകളുണ്ട്, അല്ലെ. നിങ്ങൾ സൂറത്തുൽ ജിന്ന് പഠിച്ചാൽ മനസ്സിലാവും. അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അല്ലെ, ഖുർആൻ കേട്ടു എന്ന് പറയുന്നത്. അപ്പോ പിശാചുക്കൾ എന്ന് പറയുന്നത്, ഇപ്പൊ ജിന്നുകളിൽ നല്ലവരും ചീത്തവരുണ്ട്, മനുഷ്യരിലുണ്ട്. പക്ഷേ അള്ളാഹു നിഷ്കർഷിച്ച മാർഗത്തിൽ നിന്ന് തെറ്റി, അല്ലെങ്കിൽ അത്തരം മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ എന്ത് ചെയ്യുന്നത്? പിശാചുക്കൾ എന്ന് പറയുന്നത്. ഞാൻ ഒരാഴ്ച മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ തമാശ പറയുന്നതല്ല കേട്ടോ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരാള് അവൻ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെയാണ്. അവിടെ ഓരോ ആളുകളും നോക്കണത് ആരുടെ കൂടെ കൂട്ടുകൂടണം, അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക വെച്ചാല്, നമ്മൾക്ക് ശരിക്കും നോക്കാൻ പറ്റും, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുകൂടുക. പൈശാചികമായ പ്രവർത്തനങ്ങൾ ഏത് തെറ്റുമാകാം, അത്തരം ആളുകളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുകൂടാതിരിക്കുക. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത് ഇങ്ങനെയാണ്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരുടെ കൂടെ ചേർന്ന് നിൽക്കുക. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തുദ് ദുനിയ. ഈ ദുനിയാവിന്റെ പുറകെ നടക്കുന്ന പിശാചിന്റെ വഴിയിൽ നടക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്?
കൂട്ടു എന്ന് വെച്ചാൽ ബന്ധം വേണ്ടാന്നല്ല കേട്ടോ. നിങ്ങളുടെ ആത്മമിത്രങ്ങൾ അങ്ങനെ ഉണ്ടാവില്ലേ, ചില ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിങ്ങളോട് ഇങ്ങനെ എന്താ പറയാ, നീ അത് ചെയ്യാൻ പാടില്ല. പൊതുവെ നമുക്ക് ഓഫീസിലോ അങ്ങനെ അങ്ങനെ ബോസ് തന്നെ ഒരു പരിധി കടന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാവൂല അല്ലേ. പക്ഷെ ചില ആളുകൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ അത് പറയുന്നല്ലേ, ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ ചീത്ത പറയും. ചീത്ത മീൻസ് ഷൗട്ട് ചെയ്യും. അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവൂലേ, ഉണ്ടാവൂലോ. ആ അത്തരം ആളുകൾ ആരായിരിക്കണം? അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറുക. പക്ഷെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തും ക്വസ്റ്റ്യൻ ഉണ്ടോ? 7. ഇല്ല. അപ്പൊ നമ്മള് ഇത് പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ സർ ഒന്ന് ഒരു കാര്യം, പറഞ്ഞു. നമ്മൾ ആ 2 ടൈംസ് അത് ഏത് മദ്ദിൽ വരുന്നായിരുന്നു? 6 ടൈംസ് മദ് ലാസിം എന്ന് പറഞ്ഞല്ലോ, അതുപോലെ നമ്മൾ 2 ടൈംസ് 4 ടൈംസ് അത് ഏത് മദ്ദിൽ വരുന്നായിരുന്നു? എന്ത് മദ്ദുൽ ആരിദുൽ സുക്കൂൻ എന്നറിയും. അതായത് എന്താ പറഞ്ഞാല് റബ്ബിൻ നാസ്, അവിടെ ശരിക്കും നാസ് എന്നുള്ള അവസാനത്തിന് നമ്മൾ നിർത്തുന്നത് കൊണ്ട് എന്താ പറയുന്നത്? നിർത്തുകൊണ്ട് എന്താ പറയുന്നത്? അവിടെ സുക്കൂൻ വരുന്നുണ്ടല്ലോ. ചെയ്യാ. വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നുണ്ടല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പൊ റബ്ബിൻ നാസ്, അതായത് മദ്ദക്ഷരത്തിന് ശേഷം ഒരക്ഷരമുണ്ട്, അവിടെ നമ്മൾ നിർത്താം. നാസിന്റെ മദ്ദക്ഷരം മനസ്സിലായില്ലേ? ഏതാണ് മദ്ദക്ഷരം? മദ്ദക്ഷരം 3 ഉള്ളത്, അലിഫ് വാവ് യാ അല്ലെ മദ്ദക്ഷരം. അപ്പൊ മദ്ദക്ഷരത്തിന് ശേഷമുള്ള അടുത്ത അക്ഷരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പൊ നാസ്, നാ കഴിഞ്ഞിട്ടുള്ളത് അലിഫാണ് അല്ലേ. അപ്പൊ അതിനുശേഷം നമ്മൾ നിർത്താണ്. അങ്ങനെ നിർത്തുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഓപ്ഷനിലാണ്, നമുക്ക് 2 ഹർക്കത്ത് കിട്ടാം, അല്ലെങ്കിൽ 4 ഹർക്കത്ത് കിട്ടാം, 6 ഹർക്കത്ത് കിട്ടാം. ഓപ്ഷനിലാണ്. ഒറ്റ സംഗതിയുള്ളൂ, ഒരു സൂറ ഓതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് 2 ആണെങ്കിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഇപ്പം ഉദാഹരണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അല്ലേ. ചില ആളുകൾ ഓതുമ്പോൾ ശ്രദ്ധിച്ചു നോക്ക്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അപ്പം ഇതാണ് അതിന്റെ നിയമം. ആ സുക്കൂന് വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കേൾക്കാമോ? എന്താ? ഒരു ക്വസ്റ്റ്യൻ കേൾക്കാമോ? കേൾക്കാം. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥന പറഞ്ഞില്ലേ ഫിറോന്റെ, അത് ഏത് സൂറത്തിലാണ്, ഏതായത്? സൂറത്ത് ഞാൻ പറഞ്ഞേരേ. ഷുറാണ്. ഓക്കെ, സൂറത്തുൽ മുഅ്മിനൂൻ, മുഅ്മിൻ അല്ല, സൂറത്തുൽ മുഅ്മിന്റെ പിന്നെ 27-ാമത്തെ ആയത്ത്, പിന്നെ ദുഖാനിലെ 20-ാമത്തെ ആയത്ത്. ദുഖാനിലെ 20-ാമത്തെ ആയത്ത്. നിങ്ങൾ ആയത്തൊക്കെ ഓതുമ്പോൾ ഒന്ന് തദബ്ബർ ചെയ്യണം. നമുക്കിങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ സിറ്റുവേഷൻ, അതൊക്കെ അങ്ങനെ പറയാ അല്ലേ, ഭയങ്കര കോൺഫിഡൻസിൽ പറയാ, അങ്ങനെ രക്ഷപ്പെടുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു പടച്ചനായിട്ടൊരു കണക്ഷൻ നമുക്ക് കിട്ടും. ഇൻഷാല്ലാ. അപ്പൊ ഇൻഷാല്ലാ വൈൻഡപ്പ് ചെയ്യാണ്, എനിക്കൊരു പ്രോഗ്രാമിന് പോകാണ്ട്. പിന്നെ അപ്പൊ ഞാൻ പറയുന്ന ഒറ്റ സംഗതി എന്താണോ, നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? നമ്മുടെ ലൈഫിന്റെ പേർപ്പസ് എന്താ? അള്ളാഹുവിനറിയാം. പ്രീതി. അല്ല എന്താണ്? അള്ളാഹുവിന്റെ പ്രീതി. അള്ളാഹുവിന്റെ പ്രീതിയാണ്. പ്രപഞ്ചത്തിലെല്ലാം അള്ളാഹ് സൃഷ്ടിച്ചതിനാ? റബ്ബിനെ അറിയാനാ. എല്ലാം അള്ളാഹുവിനെ അറിയാനുള്ള ടൂളുകളൊക്കെ അല്ലെ. നിങ്ങളെ സൂറത്ത് യൂസുഫിലെ ആയത്ത് നിങ്ങളൊന്ന് നോക്കണേ കേട്ടോ, അത് നിങ്ങൾക്ക് ഭയങ്കര പ്രചോദനം ഉണ്ടാവും. 105-ാമത്തെ ആയത്ത് സൂറത്ത് യൂസുഫിലെ. നിങ്ങൾ എവിടെ നടന്നുവാണെങ്കിലും വിശ്വാസികൾ ലോകത്തെ ഡിഫറൻ്റ് ആയിട്ട് കാണാം. ഞാൻ ഇൻഷാല്ലാ ഒരു ക്ലാസ്സിൽ ഞാൻ എൻ്റെ കുറച്ച് മെത്തേഡ്സ് പറഞ്ഞുതരാം, എങ്ങനെ കാണാം, എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. അപ്പോൾ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. നമ്മുടെ ലൈഫിൽ നമ്മൾ അള്ളാഹുവിനെ എല്ലാമായി കാണും. എൻ്റെ റബ്ബ്, എൻ്റെ മലിക്ക്, എൻ്റെ ഇലാഹ് ഒക്കെ അള്ളാഹുവായിട്ട് കാണുക.
ജീവിതത്തിലെ ഇനി നിങ്ങൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ തെറ്റുകൾ സംഭവിക്കാനുള്ള അങ്ങനെ ഉണ്ടാവൂലേ ഒരു 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 മാനസികാവസ്ഥ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിരുത്തി സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്ക് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഓതി നോക്കുക. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധ്യം വരും. അങ്ങനെയാണോ? അല്ലെ, അള്ളാഹു ഉണ്ടെങ്കിലല്ലേ ഈ ആയത്ത് ഓതിയാൽ നമ്മുടെ ചിന്ത പോസിറ്റീവ് ആവുള്ളൂ. ശരിയല്ലേ? ആണോ അല്ലയോ? അത് ശരിക്കും ബോധ്യപ്പെടും റബ്ബ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ അർത്ഥത്തിൽ അള്ളാഹുമായി കണക്ട് ചെയ്യുക, ഖുർആൻ മനസ്സിലാക്കുക, ഖുർആനിലൂടെ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ആബ്ദുകൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷമുണ്ട്. കാരണം പിന്നെ നമ്മളെ ഖുർആൻ സ്റ്റഡിയിൽ കൃത്യം സമയത്ത് ആളുകൾ ജോയിൻ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് അതിന്റെ ഒരു ബർക്കത്ത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. ആഴ്ചയിൽ 1 മണിക്കൂറാണെങ്കിലും ഇൻഷാ അല്ലാഹ് ബാക്കി സമയം എനിക്ക് പറയാനുള്ളത് ഞാൻ വീണ്ടും പറയാട്ടോ. പിന്നെ ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ കുറേ കാലം ഖുർആൻ സ്റ്റഡി എടുക്കുന്നുണ്ട്, പക്ഷെ ഇത്ര കൃത്യമായിട്ട് പിന്നെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം കിട്ടുക എന്നുള്ളത് പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അവസരമാണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞില്ല ആ ഒരു 5 മിനിറ്റ്സ് പിന്നെ ചെയ്യുന്ന ആള് ആരാന്ന് നിശ്ചയിക്കണം. അപ്പൊ അതിലൊരു കാര്യം ചെയ്യേണ്ടത്, ആ ചെയ്യുന്ന ആളെ പിന്നെ ആരാന്ന് എനിക്കും പിന്നെ കോർഡിനേറ്റർ ഫാത്തിമ എന്നെ അറിയിക്കുമായിരിക്കും. അങ്ങനെ ഞാനതിന്റെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയി ചെയ്യാനുള്ള ടിപ്സും പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് വലിയൊരു പേർപ്പസിനാണ്. ഇതുപോലെ അള്ളാഹു നമ്മളെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലസ്തീനികൾ വളരെ വളരെ നരകയാതനയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. പക്ഷെ നമ്മളിങ്ങനെ അറിയാതെ അവരെ മറന്നു പോകുന്നുണ്ട്. നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമുക്കിപ്പോൾ ഓർമ്മയിൽ തന്നെ ഇല്ല. നമ്മുടെ ദുആകളിലൊക്കെ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഖുർആൻ പഠനത്തിന്റെ ഖൈറ് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. دعاء سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഈ വീഡിയോ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചാൽ നല്ലത്. ഇൻഷാ അല്ലാഹ് കമ്പൽസറി അല്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. दोनों